ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് 3 വാർഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി വിലക്കില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വാണിമേലിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. 9, 10, 11 വാർഡുകളിൽ നിർമ്മാണ വിലക്കുണ്ടെന്ന പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതാണ് കളക്ടറുടെ വിശദീകരണം. ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ വിലങ്ങാട് എത്തിയത്. തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അവലോകന യോഗവും നടന്നു. വിലങ്ങാടിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചപ്പോഴും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ നമുക്ക് DDMന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. സോ അതൊരു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കും പ്രൈവറ്റും ഏത് പ്രോജക്റ്റ് ആണെങ്കിൽ DDMലെ റിക്വസ്റ്റ് കൊടുക്കണം. റിക്വസ്റ്റ് ആണെങ്കിൽ ഞാൻ പെർമിഷൻ തരാം, ശരിയാണ്. കാരണം ഈ എവിടെയാണ് സെൻസിറ്റീവ് ഏരിയ, ഏത് പുഴയിലെ ജസ്റ്റ് സൈഡാണോ അല്ലെങ്കിൽ എവിടെയാണോ അത് നോക്കിയിട്ട് ശേഷം മാത്രം നമുക്ക് പെർമിഷൻ തരാം. അങ്ങനെ ഒരു മൊത്തമായിട്ട് ഒരു ബാനല്ല. വിലങ്ങാട്ടെ ദുരന്തബാധിതരായ 31 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. സാങ്കേതിക കാരണങ്ങളാൽ നൽകാൻ കഴിയാതിരുന്ന 2 കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക അടുത്ത ദിവസം തന്നെ നൽകും. വയനാട് പുനരധിവാസം പോലെ വിലങ്ങാട്ടെ ജനതയെ പൂർണ്ണമായി ഒഴിപ്പിക്കാനോ പുനരധിവസിപ്പിക്കാനോ കഴിയില്ല. അപകട സാധ്യതയുള്ള 4 വാർഡുകളിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് INTയുമായി ചർച്ച പുരോഗമിക്കുകയാണെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.